The Royal Swedish Academy of Sciences has today decided to award the 2025 Nobel Prize in Physics to John Clark, University of California at Berkeley, USA, Michel Devoret, Yale University and University of California at Santa Barbara, USA, and John Martinez, University of California at Santa Barbara, USA, for the discovery of macroscopic quantum mechanical tunneling and energy quantization in an electric circuit. 2025 ഫിസിക്സ് നോബൽ പ്രൈസ് ക്വാണ്ടം മെക്കാനിക്സും ക്ലാസിക്കൽ ഫിസിക്സുമായുള്ള അതിർവരമ്പിനെ പിടിച്ചുലച്ച ഒരു കണ്ടെത്തലിനാണ്. പൈറേറ്റ്സ് ലാബിൽ ഇന്ന് നമുക്ക് ഈ കണ്ടെത്തലിനെ കുറിച്ചൊന്ന് നോക്കാം. ക്വാണ്ടം മെക്കാനിക്സ് എന്നത് ആറ്റങ്ങളെക്കാൾ ചെറിയ വസ്തുക്കളുടെ, അതായത് ആറ്റങ്ങളുടെ ഘടക വസ്തുക്കളുടെ, അതായത് സബ് ആറ്റോമിക് പാർട്ടിക്കിൾസിനെ കുറിച്ച് പഠിക്കുന്ന ഫിസിക്സിലെ ഒരു വിഭാഗമാണ്. ഇങ്ങനെ ഒരു ശാസ്ത്രശാഖ പ്രത്യേകം ആവശ്യമായി വരുന്നത് സബ് ആറ്റോമിക് പാർട്ടിക്കിളിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ദിവസേന കാണുകയും നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന വസ്തുക്കളുടേതിനേക്കാൾ, അതായത് ക്ലാസിക്കൽ പാർട്ടിക്കിൾസിനേക്കാൾ ഒരുപാട് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്. ഉദാഹരണത്തിന്, ഒരു ഇലക്ട്രോണിന് ഒരേ സമയം ഒരു പന്ത് പോലെയുള്ള ഒരു പാർട്ടിക്കിളായും ഒപ്പം വെള്ളത്തിലെ അലകൾ പോലെ വേവായും നിലനിൽക്കാൻ കഴിയും. എന്നാൽ ഒരു ടെന്നീസ് ബോളിന് പാർട്ടിക്കിളായി മാത്രമേ നിലനിൽക്കാൻ കഴിയൂ. ഇലക്ട്രോണിൻ്റെ ഈ പെരുമാറ്റത്തെ വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി എന്നാണ് ക്വാണ്ടം മെക്കാനിക്സിൽ പറയുന്നത്. ഒരു ഫുട്ബോൾ ഒരു ചുമരിലേക്ക് അടിച്ചാൽ അത് അവിടെ ഇടിച്ച് തിരികെ വരും. അതിന് ചുമര് തുളച്ചു പോകാൻ ഒരിക്കലും കഴിയില്ല. എന്നാൽ ഒരു ന്യൂട്രോൺ ആണെങ്കിൽ ചുമരിന് തത്തുല്യമായ ഒരു ഊർജ്ജ പ്രതിബന്ധത്തെ, അതായത് എനർജി ബാരിയറിനെ തുളച്ചു പോകാൻ കഴിയുന്ന സന്ദർഭങ്ങൾ ഒരുപാടുണ്ട്. ഇതിനെ ക്വാണ്ടം ടണലിംഗ് എന്നാണ് പറയുക. നമ്മൾ കാണുന്ന ഏതൊരു വസ്തുവിനും കൃത്യമായ ഒരു അവസ്ഥ നൽകാൻ കഴിയും. എന്നാൽ സബ് ആറ്റോമിക് പാർട്ടിക്കിളിന് ഒരേ സമയം ഒന്നിലധികം അവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയും. ഇതാണ് ക്വാണ്ടം സൂപ്പർ പൊസിഷൻ. എത്ര അകലെയാണെങ്കിലും രണ്ട് ക്വാണ്ടം പാർട്ടിക്കിളിനെ പരസ്പരം ബന്ധിപ്പിക്കാൻ കഴിയുന്ന ക്വാണ്ടം എൻടാങ്കിൾമെൻ്റ് എന്ന പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന ക്ലാസിക്കൽ വസ്തുക്കൾക്ക് ഇല്ല. സ്പീഡിൽ പോകുന്ന ഒരു ബൈക്കിൻ്റെ കൃത്യമായ വേഗതയും സ്ഥാനവും നമുക്ക് കണ്ടെത്താൻ കഴിയും. പക്ഷേ ഒരാറ്റത്തിനുള്ളിലെ ഇലക്ട്രോണിൻ്റെ കൃത്യമായ സ്ഥാനം കണ്ടെത്താൻ ശ്രമിച്ചാൽ അതിൻ്റെ വേഗതയെക്കുറിച്ചൊരു ഊഹം മാത്രമേ പറയാൻ കഴിയൂ. കൃത്യമായ വേഗത പറയാൻ കഴിയില്ല. ഇതാണ് ക്വാണ്ടം അൺസർട്ടനിറ്റി. ഒരു സബ് ആറ്റോമിക് പാർട്ടിക്കിളിന് സാധ്യമായ ഊർജം അഥവാ എനർജിയും നിശ്ചിതമാണ്. ഒരു റാമ്പിൽ കയറുന്ന ഏതൊരു ക്ലാസിക്കൽ വസ്തുവിനും റാമ്പിൻ്റെ ഇടയിൽ എവിടെ വേണമെങ്കിലും ഏത് ഊർജ്ജ നിലയിൽ വേണമെങ്കിലും നിൽക്കാം. എന്നാൽ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസിന് അതിന് കഴിയില്ല. നിശ്ചിതമായ എനർജി ലെവലുകളിൽ മാത്രമേ നിൽക്കാൻ കഴിയൂ. അതായത് സബ് ആറ്റോമിക് പാർട്ടിക്കിളിൻ്റെ എനർജി ലെവലുകൾ റാമ്പ് പോലെ തുടർച്ചയായതല്ല, മറിച്ച് ഏണിപ്പടികൾ പോലെ നിശ്ചിതമാണ്. ഇതിനെയാണ് എനർജി ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ ഇനിയും ഒരുപാട് പ്രത്യേകതകൾ ക്വാണ്ടം പാർട്ടിക്കിൾസിനുണ്ട്. ഈ പ്രത്യേകതകൾ ഒന്നും തന്നെ ക്ലാസിക്കൽ പാർട്ടിക്കിൾസിൽ കാണുവാനും കഴിയില്ല. ഇപ്രാവശ്യത്തെ ഫിസിക്സ് നോബൽ പ്രൈസ് ക്വാണ്ടം മെക്കാനിക്സിലെ പ്രതിഭാസങ്ങളെ ക്ലാസിക്കൽ സിസ്റ്റംസിൽ കണ്ടെത്തി എന്നതിനാണ്. നമ്മുടെ കയ്യിൽ പിടിക്കാവുന്ന വലുപ്പത്തിലുള്ള ഒരു വസ്തുവിൽ ക്വാണ്ടം ടണലിങ്ങും എനർജി ക്വാണ്ടൈസേഷനും കണ്ടെത്തിയ പരീക്ഷണങ്ങൾക്കാണ് 2025 നോബൽ. വിശദമായി പറയാം. ക്വാണ്ടം മെക്കാനിക്സിലെ പ്രതിഭാസങ്ങൾ ഒരു കണികയിലേക്ക് ഒതുങ്ങിയാണ് പലപ്പോഴും കാണുന്നത്, സിംഗിൾ പാർട്ടിക്കിൾ ഫിനോമിനൻ. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രതിഭാസങ്ങളെ മൈക്രോസ്കോപ്പിക് എന്നാണ് പറയുന്നത്. ഒരുപാട് കണികകൾ ചേർന്നുള്ള വലിയ വസ്തുക്കളെ മാക്രോസ്കോപ്പിക് എന്നുമാണ് പറയുക. ഒരു ഊർജ്ജ പ്രതിരോധത്തെ, അതായത് എനർജി ബാരിയറിനെ തുളച്ചു പോകുന്ന മൈക്രോസ്കോപ്പിക് പ്രതിഭാസമായ ക്വാണ്ടം ടണലിങ്ങിനെ മാക്രോസ്കോപ്പിക് വസ്തുക്കളിൽ കണ്ടെത്തിയ പരീക്ഷണങ്ങളെ അംഗീകരിക്കുകയാണ് ഈ വർഷം നോബൽ കമ്മിറ്റി. 1984 1985 അമേരിക്കയിലെ ബെർക്കലിയിലെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ ജോൺ ക്ലാർക്ക്, മിഷേൽ ഡെവോറെ, ജോൺ മാർട്ടിനി എന്നിവർ ചേർന്ന് നടത്തിയ പരീക്ഷണങ്ങളാണ് വലിയ വസ്തുക്കളിൽ പോലും ക്വാണ്ടം പ്രതിഭാസങ്ങൾ കാണാൻ കഴിയും എന്നത് തെളിയിച്ചത്. രണ്ട് സൂപ്പർ കണ്ടക്ടറുകൾക്കിടയിൽ ഒരു ഇൻസുലേറ്റർ വെച്ച് വേർതിരിച്ച് ഒരു ചിപ്പ് നിർമ്മിച്ച് അതുപയോഗിച്ച് ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് തയ്യാറാക്കിയായിരുന്നു പരീക്ഷണം. ഒരു നിശ്ചിത താപനിലയ്ക്ക് താഴെ, അതായത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെ എത്തുമ്പോൾ ചില വസ്തുക്കളുടെ വൈദ്യുത പ്രതിരോധം അഥവാ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഇല്ലാതാവുകയും വൈദ്യുത ചാലകത അഥവാ ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി കൂടുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് അതിചാലകത അഥവാ സൂപ്പർ കണ്ടക്ടിവിറ്റി. സാധാരണ ഒരു കോപ്പർ വയറിലൂടെ ഇലക്ട്രോണുകൾ സഞ്ചരിച്ച് കറണ്ട് ഉണ്ടാവുമ്പോൾ വൈദ്യുത പ്രതിരോധം അഥവാ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് കൊണ്ട് ചൂടുണ്ടാവുകയും ഊർജ്ജ നഷ്ടം സംഭവിക്കുകയും ചെയ്യും. ഒരേ ചാർജിൽ ഇലക്ട്രോണുകൾ ഒരു പരിധിക്കപ്പുറം അടുത്തേക്ക് വന്നാൽ പരസ്പരം വികർഷിച്ച് അകന്നു പോകുന്നതും, അതായത് ഇലക്ട്രോൺ റിപ്പൾഷൻ ഉണ്ടാവുന്നതും, ഇലക്ട്രിക് വയറിനുള്ളിലെ കോപ്പർ അയോണുകളുടെ കമ്പനങ്ങളുമായി കൂട്ടിയിടിച്ച് ചിതറിത്തെറിക്കുന്നതും, അതായത് ഇലക്ട്രോൺ ഫോണോൺ സ്കാറ്ററിംഗ് ഉണ്ടാകുന്നതുമൊക്കെ റെസിസ്റ്റൻസ് വർദ്ധിപ്പിക്കുന്ന പ്രവൃത്തികളാണ്. എന്നാൽ താഴ്ന്ന താപനിലയിൽ
സൂപ്പർ കണ്ടക്ടറിനുള്ളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നിലയ്ക്കും. അതോടെ റെസിസ്റ്റൻസ് ഇല്ലാതാവും. സൂപ്പർ കണ്ടക്ടറിനുള്ളിൽ റെസിസ്റ്റൻസ് ഇല്ലാതാവുകയും തുടർന്ന് ഇലക്ട്രോണുകൾ ഓരോന്നായി നീങ്ങുന്നതിനു പകരം ഒരു ജോഡിയായാണ് നീങ്ങുക. ഇതിനെ കൂപ്പർ പെയർ എന്നാണ് പറയുന്നത്. ഒരേ ചാർജുള്ള ഇലക്ട്രോണുകൾ എങ്ങനെയാണ് ഒരു പെയറായി നീങ്ങുന്നത് എന്നൊരു സംശയം തോന്നിയേക്കാം. ആദ്യത്തെ ഇലക്ട്രോൺ സൂപ്പർ കണ്ടക്ടറിലൂടെ നീങ്ങുമ്പോൾ ക്രിസ്റ്റൽ ജാലികയിലെ, അതായത് ക്രിസ്റ്റൽ ലാറ്റിസിലെ പോസിറ്റീവ് അയോണുകൾ ഇലക്ട്രോണിൻ്റെ നെഗറ്റീവ് ചാർജിൽ ആകർഷിച്ച് ചെറുതായി അടുത്തേക്ക് നീങ്ങും. അപ്പോൾ രണ്ടാമതൊരു ഇലക്ട്രോൺ ഈ പോസിറ്റീവ് ചാർജിനടുത്തേക്ക് വരും. ഫലത്തിൽ ആദ്യത്തെ ഇലക്ട്രോൺ രണ്ടാമത്തെ ഇലക്ട്രോണിനെ ആകർഷിച്ചതിന് തുല്യമാവും. രണ്ട് ഇലക്ട്രോണുകളും ഒരുമിച്ച് ഒരു ജോഡിയായി നീങ്ങുകയും ചെയ്യും. ഇതാണ് കൂപ്പർ പെയർ. കൂപ്പർ പെയർ നീങ്ങുന്നത് ഊർജ്ജ നഷ്ടം ഇല്ലാതെയാണ്. അതുകൊണ്ട് തന്നെ സൂപ്പർ കണ്ടക്ടറിനുള്ളിൽ എപ്പോഴും കറണ്ട് നിലനിൽക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ഒരു സൂപ്പർ കണ്ടക്ടർ ഉപയോഗിച്ചാണ് നോബൽ ജേതാക്കൾ അന്ന് എക്സ്പെരിമെൻ്റ് നടത്തിയത്. ക്ലാർക്ക്, ഡെവറെ, മാർട്ടിനി ഇവർ നടത്തിയ പരീക്ഷണം നിയോബിയം ഓക്സൈഡ്, ലെഡ്, ഇൻഡിയം അലോയ് ചേർത്തുള്ള ഒരു ഡിവൈസിലായിരുന്നു. ഇതിൽ നിയോബിയവും ലെഡ് ഇൻഡിയം അലോയിയും സൂപ്പർ കണ്ടക്ടറുകളാണ്. എന്നാൽ നിയോബിയം ഓക്സൈഡ് ഒരു ഇൻസുലേറ്ററാണ്. ഇത് സൂപ്പർ കണ്ടക്ടർ ഇൻസുലേറ്റർ സൂപ്പർ കണ്ടക്ടർ അഥവാ SIS എന്ന കോൺഫിഗറേഷൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. ഇത്തരത്തിൽ രണ്ട് സൂപ്പർ കണ്ടക്ടറുകൾക്കിടയിൽ ഒരു ഇൻസുലേറ്റർ വെച്ച് വേർതിരിച്ച് തയ്യാറാക്കുന്നവയെ ജോസഫ്സൺ ജംഗ്ഷൻ എന്നാണ് പറയുക. വളരെ താഴ്ന്ന താപനിലയിൽ, അതായത് നിയോബിയത്തിൻ്റെയും ലെഡ് ഇൻഡിയം അലോയിയുടെയും ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ ഇത് രണ്ടും സൂപ്പർ കണ്ടക്ടറുകളാവും. കൂപ്പർ പെയർ ഉപയോഗിച്ചുള്ള കറണ്ട് തുടർച്ചയായി ഒഴുകുകയും ചെയ്യും. എന്നാൽ ഇതിനിടയിലെ നിയോബിയം ഓക്സൈഡിൻ്റെ പാളി ഒരു ഇൻസുലേറ്ററായാണ് പ്രവർത്തിക്കുക. പക്ഷേ ആദ്യത്തെ നിയോബിയം സൂപ്പർ കണ്ടക്ടറിൽ ഉണ്ടാകുന്ന കൂപ്പർ പെയർ ഇലക്ട്രോണുകൾ നിയോബിയം ഓക്സൈഡ് ഇൻസുലേറ്റർ ലെയറിലൂടെ ക്വാണ്ടം ടണലിംഗ് നടത്തി മറുവശത്തെ ലെഡ് ഇൻഡിയം സൂപ്പർ കണ്ടക്ടറിലേക്ക് ഒഴുകും. ഇതാണ് സൂപ്പർ കറൻറ്റ്. ക്വാണ്ടം ടണലിങ്ങിലൂടെ കൂപ്പർ പെയറുകൾ ഇൻസുലേറ്ററെ മറികടന്നൊഴുകുന്നതിനെ ജോസഫ്സൺ എഫക്റ്റ് എന്നുമാണ് പറയുക. ജോസഫ്സൺ എഫക്റ്റ് രണ്ട് തരത്തിലാണ് പൊതുവെ പറയുന്നത്. നമ്മുടെ ജോസഫ്സൺ ജംഗ്ഷന് കുറുകെ യാതൊരു വിധത്തിലുമുള്ള വോൾട്ടേജ് കൊടുക്കാതിരുന്നാൽ, അതായത് പുറമേ നിന്നുള്ള വോൾട്ടേജ് 0 ആണെങ്കിൽ ജംഗ്ഷന് കുറുകെ ഒഴുകുന്നത് ഒരു ഡയറക്റ്റ് കറണ്ട് ആയിരിക്കും. ഇതിനെ DC ജോസഫ്സൺ എഫക്റ്റ് എന്നും, എന്നാൽ ഒരു ബാറ്ററി ഉപയോഗിച്ച് സ്ഥിരമായൊരു വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഒഴുകുകയും ഇതിനെ AC ജോസഫ്സൺ എഫക്റ്റ് എന്നുമാണ് പറയുക. എന്നാൽ ഇതേ ജോസഫ്സൺ ജംഗ്ഷനിലേക്ക് വളരെ കൺട്രോൾഡായി കറണ്ട് കൊടുക്കുകയും അതിനനുസരിച്ചുള്ള സൂപ്പർ കറണ്ടിൻ്റെ ഒഴുക്കിനെ പഠിക്കുകയും ചെയ്യുകയാണ് നോബൽ ജേതാക്കൾ ചെയ്തത്. ഇതിനെ കറണ്ട് ബയാസ്ഡ് ജോസഫ്സൺ ജംഗ്ഷൻ എന്നാണ് വിളിക്കുന്നത്. തയ്യാറാക്കിയ സൂപ്പർ കണ്ടക്ടർ ഇൻസുലേറ്റർ സൂപ്പർ കണ്ടക്ടർ അഥവാ SISലേക്ക് പതുക്കെ കറണ്ട് കൂട്ടിക്കൊടുത്തുകൊണ്ടിരുന്നു. പുറമേ നിന്നും കൊടുക്കുന്ന കറണ്ട് SISൻ്റെ സൂപ്പർ കറണ്ടിൻ്റെ മാക്സിമത്തേക്കാൾ, അതായത് ക്രിട്ടിക്കൽ കറണ്ടിനേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രമേ ഇൻസുലേറ്റർ കടന്ന് കറണ്ട് ഒഴുകാൻ പാടുള്ളൂ എന്നാണ് ക്ലാസിക്കൽ ഫിസിക്സ് പറയുന്നത്. അങ്ങനെ ഇൻസുലേറ്റർ കടന്ന് കറണ്ട് ഒഴുകിയാൽ മാത്രമേ SISന് കുറുകെ നമുക്കൊരു വോൾട്ടേജ് കിട്ടുകയുമുള്ളൂ. പരീക്ഷണത്തിൽ കറണ്ട് കൂട്ടിക്കൊടുക്കുന്നതിനനുസരിച്ച് ഇടയ്ക്കിടെ ഇൻസുലേറ്റർ കടന്ന് കറണ്ട് ഒഴുകുകയും SISന് കുറുകെ വോൾട്ടേജ് ലഭിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളെ എസ്കേപ്പ് ഇവൻറ്റ്സ് എന്നാണ് വിളിച്ചത്. ഇങ്ങനെയുള്ള എസ്കേപ്പ് ഇവൻറ്റുകളും അപ്പോഴത്തെ എസ്കേപ്പ് കറണ്ടും എത്രയെന്ന് നോട്ട് ചെയ്തു വെച്ചു. 1,00,000 തവണയൊക്കെ ഈ ഒരു പരീക്ഷണം ആവർത്തിക്കുകയും കിട്ടിയ ഫലങ്ങളെ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട് നോബൽ ലോറേറ്റ്സ്. കൂടിയ താപനിലയിൽ പരീക്ഷണം നടത്തുമ്പോൾ പലപ്പോഴും നേരത്തെ തന്നെ, അതായത് കൊടുക്കുന്ന ബയാസ് കറണ്ട് ക്രിട്ടിക്കൽ കറണ്ടിനേക്കാൾ കുറവാണെങ്കിൽ പോലും എസ്കേപ്പ് ഇവൻറ്റ്സ് നടന്നിരുന്നു. ഇതിന് കാരണം ഇലക്ട്രോണുകൾക്ക് തെർമൽ എനർജി കിട്ടുന്നത് കൊണ്ടായിരുന്നു. എന്നാൽ തെർമൽ എനർജിയുടെ പ്രാധാന്യം ഇല്ലാതിരുന്ന വളരെ താഴ്ന്ന താപനിലയിൽ, അതായത് അൾട്രാ ലോ ടെമ്പറേച്ചറിൽ പോലും കുറവ് ബയാസ് കറണ്ടിൽ എസ്കേപ്പ് ഇവൻറ്റ് നടന്നു. എസ്കേപ്പ് കറണ്ട് കിട്ടി, അതായത് ഇലക്ട്രോൺ ഇൻസുലേറ്റർ കടന്ന് അപ്പുറത്തെത്തി. ഇതിന് കാരണം ക്വാണ്ടം ടണലിംഗ് ആയിരുന്നു. എസ്കേപ്പ് കറണ്ടുകളുടെ കൂടുതൽ പഠനത്തിൽ നിന്നും തെർമൽ എനർജി കൊണ്ടുണ്ടാകുന്ന പ്രവർത്തനങ്ങളെയും മാക്രോസ്കോപ്പിക് ക്വാണ്ടം ടണലിംഗ് അഥവാ MQTയെയും വേർതിരിച്ചു. അതായത് കണ്ണുകൊണ്ട് കാണാവുന്ന സൂപ്പർ കണ്ടക്ടർ ഇൻസുലേറ്റർ സൂപ്പർ കണ്ടക്ടർ സിസ്റ്റത്തിൽ ക്വാണ്ടം ടണലിംഗ് കണ്ടെത്തി. മാക്രോസ്കോപ്പിക് സിസ്റ്റത്തിൽ ക്വാണ്ടം ടണലിംഗ് കണ്ടെത്തിയപ്പോൾ അവശേഷിച്ച ഒരു ചോദ്യം, ഈ ഇലക്ട്രോണുകളുടെ എനർജി ലെവലുകൾ ക്വാണ്ടം കണികകളുടേതുപോലെ ഡിസ്ക്രീറ്റ് ആണോ എന്നതായിരുന്നു. കറണ്ട് ബയാസ്ഡ് ജോസഫ്സൺ ജംഗ്ഷനിലെ ഇലക്ട്രോണുകൾ എപ്പോഴും സ്വയം ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവയാണ്. ഈ ഓസിലേറ്റ് ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എനർജി ലെവലുകളാണ് നമുക്കറിയേണ്ടത്. ഇതിനായി അൾട്രാ ലോ ടെമ്പറേച്ചറിൽ ക്വാണ്ടം ടണലിംഗ് കാണിക്കുന്ന രീതിയിൽ എക്സ്പെരിമെൻ്റ് സെറ്റ് ചെയ്തു.
ആ SISലേക്ക് വ്യത്യസ്തമായ തരംഗത്തിലുള്ള, അതായത് ഫ്രീക്വൻസിയിലുള്ള മൈക്രോവേവുകളെ അയച്ചു. ചില ഫ്രീക്വൻസിയിലുള്ള മൈക്രോവേവ് എത്തുമ്പോൾ മാത്രം പെട്ടെന്ന് എസ്കേപ്പ് കറണ്ട് കൂടുന്നതായി കണ്ടെത്തി. ഇതിന് കാരണം ഈ ഫ്രീക്വൻസിയിലെ മൈക്രോവേവുകളെ ആഗിരണം ചെയ്ത് ഇലക്ട്രോണുകൾ എനർജി നേടുകയും ടണലിംഗ് നടത്തുകയും ചെയ്തതുകൊണ്ടായിരുന്നു. നിശ്ചിതമായ മൈക്രോവേവുകളെ മാത്രം ആഗിരണം ചെയ്ത് ഊർജ്ജം നേടുന്നത് ക്വാണ്ടം പാർട്ടിക്കിളുകളുടെ സ്വഭാവമാണ്. അതിന് കാരണം ഈ കൂപ്പർ പെയറുകളുടെ എനർജി ഡിസ്ക്രീറ്റ് ആയതുകൊണ്ടാണ്. ഇതിലൂടെ സൂപ്പർ കണ്ടക്ടർ ഇൻസുലേറ്റർ സൂപ്പർ കണ്ടക്ടർ സിസ്റ്റത്തിലെ ജോസഫ്സൺ ജംഗ്ഷനിലെ കൂപ്പർ പെയറുകൾ ഒരുമിച്ച് അതൊരു സിംഗിൾ മാക്രോസ്കോപ്പിക് ക്വാണ്ടം പാർട്ടിക്കിളിൻ്റെ പ്രത്യേകതകളോടെ നീങ്ങുന്നുവെന്നും കണ്ടെത്തി. കയ്യിലെടുത്ത് പിടിക്കാൻ കഴിയുന്ന എന്നാൽ ഒരാറ്റത്തെ പോലെ പെരുമാറുന്ന ചിപ്പിനെ ബെർക്ക്ലി ഗ്രൂപ്പ് വിളിച്ചത് മാക്രോസ്കോപ്പിക് ന്യൂക്ലിയസ് വിത്ത് വയേഴ്സ് എന്നായിരുന്നു. ലാബിൽ തയ്യാറാക്കിയ വലിയ വസ്തുക്കളിൽ പോലും ക്വാണ്ടം പ്രോപ്പർട്ടീസ് കാണുവാൻ കഴിയും എന്നതിനുള്ള തെളിവാണ് ഈ കണ്ടെത്തൽ. മൈക്രോസ്കോപ്പിക് ലോകത്തു നിന്നും റിയൽ ലൈഫിലെ സർക്യൂട്ടുകളിലേക്ക് ക്വാണ്ടം മെക്കാനിക്സിനെ എത്തിച്ച ഈ കണ്ടെത്തൽ ഇന്നത്തെ ക്വാണ്ടം കമ്പ്യൂട്ടറുകളുടെ ബിൽഡിംഗ് ബ്ലോക്കുകളായ ക്യൂബിറ്റിൻ്റെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനമാണ്. ലാർജ് സ്കെയിൽ ക്വാണ്ടം ടെക്നോളജി സാധ്യമാക്കിയതിൻ്റെ തുടക്കം ഇവിടെ നിന്നുമാണ്. 2025 ഫിസിക്സ് നോബലിനെ കുറിച്ചുള്ള വളരെ ചുരുങ്ങിയ വിവരങ്ങൾ മാത്രമാണ് ഇവിടെ പങ്കുവച്ചത്. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന റെഫറൻസുകൾ ഉപയോഗിക്കാവുന്നതാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കൂ. കൂടുതൽ സയൻസ് കണ്ടന്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കൂ. See you again guys. Bye bye.